വെൽക്കം ടു ലൈവ്ലി മാഷപ്സ്. അപ്പോൾ ഇന്നത്തെന്ന് പറഞ്ഞാൽ പതിവിൽ വിപരീതമായിട്ടുള്ള ഒരു ഫിഷിംഗ് വ്ളോഗാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ഒഴിവ് ദിവസം വൈകുന്നേരം മീൻ പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അടുത്തുള്ള CPCRI കടപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ബീച്ചായിട്ട് അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു പ്ലേസാണ്. വെച്ചാൽ അടുത്തുള്ള ആളുകളൊക്കെ വരുന്നൊരു ബീച്ചാണ്. അപ്പോൾ നമ്മുടെ വീടിനടുത്തായതുകൊണ്ട് നമ്മൾ ഇവിടെ വൈകുന്നേരമൊക്കെ ചിലപ്പോൾ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ഫിഷിങ്, അങ്ങനെ നമുക്ക് മീൻ കിട്ടുമോയെന്ന് അറിയില്ല, പക്ഷെ എന്നാലും നമ്മൾ നല്ലൊരു ഒഴിവ് ദിവസം വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ വരികയാണ്. തിരക്കൊന്നും ഇല്ലാത്ത നല്ല ബീച്ചാണ് കേട്ടോ ഇത്. കുറച്ച് വീടുകളുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നടക്കേണ്ടി വരും, പക്ഷെ എന്നാലും അധികം തിരക്കൊന്നും ഇല്ലാത്ത ഒരു നല്ല ശാന്തമായ ഒരു ബീച്ചാണ്. കണ്ട ആരും തന്നെ ഇല്ല. ഇത് ചൂണ്ടയിടുന്നതാണ്. ഇതിനെ നമ്മളെ കാസർഗോഡ് ഭാഷയിൽ കാളമിടുക എന്ന് പറയൽ. കാളമിടുക എന്ന് പറയൽ. സാധാരണ മലയാളത്തിൽ ചൂണ്ടയിടുക എന്നാണ് പറയൽ, നമ്മളെ നാട്ടിൽ കാളം ഇടുക. അപ്പോൾ അതിൽ നൈലോൺ വയറിൽ പിന്നെ ഒരു ഈയം ഒരുക്കിയിട്ടുള്ള ഒരു വെയിറ്റുള്ളൊരു കട്ടയുണ്ടാവും. അപ്പോൾ അത് സാധാരണ ചെയ്യലെന്ന് വെച്ചാൽ നമ്മളതിങ്ങനെ കറക്കി എറിയും. അപ്പോൾ ആ സാധനം ആ ഈയത്തിൻ്റെ ആ വെയിറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ താഴെ പൂഴിയിൽ ചെന്നിട്ട് ഉറച്ച് നിന്നിട്ട് അതിന് ആ നൈലോണിൻ്റെ ബാക്കി സ്ഥലത്ത് 2 or 3 ഇങ്ങനെ കൊളുത്തുകളുണ്ടാവും. കുഞ്ഞ് തങ്കീസിൻ്റെ കൊളുത്തുകൾ നമുക്കിപ്പോൾ ശരിക്കും കാണാൻ പറ്റും. അതിന് കുഞ്ഞ് കൊളുത്തുണ്ടാവും. അതിനാണ് നമ്മൾ ഈ മീനിന് വേണ്ടിയിട്ടുള്ള ഇരയുന്നത്. ഇതാണ് ആ കാണുന്നതാണ് ഈയം കൊണ്ടുള്ള വെയിറ്റ്. അപ്പം ആണിയിൽ ഈയം ഉരുക്കി ഒഴിച്ചിട്ട് അതിന് ഇതൊക്കെ പോക്കാനുള്ള ഹോൾസൊക്കെ ആക്കും. ഇതിപ്പോൾ എന്നിട്ട് നമ്മൾ അതിൻ്റെ കൊളുത്തിൽ ചെമ്മീനിനെ ഇങ്ങനെ കയറ്റാണ് ചെയ്യുക. സാധാരണ ചെമ്മീനിന് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെമ്മീൻ ചാരത്തിൽ വെണ്ണീരിലിങ്ങനെ അതിൻ്റെ മുകളിൽ ഫുള്ള് വെണ്ണീര് തേച്ച ശേഷമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യാറ്. വെണ്ണീര് തേക്കുന്ന എന്തിനെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെമ്മീനൊക്കെ ഈ ചൂണ്ടയുടെ കൊളുത്തിൽ ഇങ്ങനെ കുരുക്കി വെച്ചാൽ നമ്മൾ കടലിലെ വെള്ളത്തിന് ടൈഡിന് കുറച്ച് ശക്തിയായിട്ട് ആവുന്ന സമയത്ത് ആ കൊളുത്തിൽ നിന്നും ഈ ചെമ്മീൻ കുറച്ചിങ്ങനെ ലൂസായിട്ട് അതിങ്ങനെ ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വെണ്ണീര് തേച്ചാലുണ്ടല്ലോ നല്ല സ്റ്റിഫായിട്ട് നിൽക്കും. അത് പിന്നെ ആ കൊളുത്തിൽ നിന്ന് ഇളകി പോവുകയില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചൂണ്ടയിൽ ഇങ്ങനെ മീനിനെ ഇങ്ങനെ കുരുക്കുന്ന സമയത്ത് നമ്മൾ ചെമ്മീൻ ഇതൊക്കെ കുരുക്കുന്ന സമയത്ത് നമ്മൾ ചാരം അഥവാ വെണ്ണീര് ഇങ്ങനെ തേക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ സ്റ്റിഫായിട്ടിരുന്നോളും. എന്നിട്ട് നമ്മൾ കടലിലേക്ക് ഇങ്ങനെ എറിയും. അപ്പോൾ ഈ കൊളുത്തുണ്ടല്ലോ, അതാ ഇതിനിപ്പം 2 ഇതാണുള്ളത്. 2 തങ്കീസും നൈലോൺ വയറിൽ 2 തങ്കീസും 2 കൊളുത്താണുള്ളത്. അതിലിപ്പോൾ നമ്മളിങ്ങനെ ചെമ്മീൻ കുരുക്കിയിട്ട് ഇങ്ങനെ എറിയും. അപ്പോൾ ആ ഈയത്തിൻ്റെ വെയിറ്റ് പൂഴിയിൽ പോയിട്ട് നിൽക്കുകയും ഇതിങ്ങനെ വെള്ളത്തിലിങ്ങനെ ഒഴുകി ഇങ്ങനെ നിൽക്കും. മീൻ അതിനെ കാണുകയാണെങ്കിൽ വന്ന് കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ വലിച്ചെടുക്കും. അപ്പോൾ മീൻ കിട്ടട്ടെ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ എറിയാണ്. നോക്കാം. നൈലോൺ വയറാണ് സാധാരണ ഉണ്ടാവുക കേട്ടോ. ഇതുപോലെ ചുണ്ട നമുക്ക് വാങ്ങാനും കിട്ടും. പിന്നെ നമ്മൾ ആ വെയിറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കറക്കി എറിയണം കേട്ടോ. അറിയാത്തവർ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ തന്നെ അതിങ്ങനെ ചുറ്റി വീഴുമായിരിക്കും. ഉണ്ടോ ഇവരെ പോയി വീഴും. എന്നിട്ടിങ്ങനെ വെയിറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ വലിക്കുകയാണ്, പ്രതീക്ഷയോടെ വലിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തോ അതിൽ കുരുങ്ങിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ്. പക്ഷെ ഒന്നും കുരുങ്ങിയിട്ടില്ലായിരുന്നു.
വീണ്ടും നമ്മൾ എറിഞ്ഞു, എന്തോ കുരുങ്ങിന്ന് വിചാരിച്ച് വലിച്ചു, പക്ഷേ വീണ്ടും ഒന്നും കുരുങ്ങിയില്ല. ഇനി മീനത് കഴിച്ചിട്ട് തിരിച്ചു പോയതാണോന്നും അറിയില്ല, കാരണം നമ്മൾ കുരുക്കിയ ചെമ്മീൻ്റെ പകുതി കഷ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ, പകുതി കഷ്ണം കാണുന്നില്ല. ഇനി വന്ന മീൻ നമ്മളെക്കാളും ബുദ്ധിമാന്മാരായ മീനാണെന്ന് അറിയില്ല. വീണ്ടും നമ്മൾ പ്രതീക്ഷയോടെ വീണ്ടും നമ്മൾ കറക്കി എറിയാണ്. ഓ, അത് നേരത്തെ വീണതിനേക്കാളും ദൂരെ പോയി വീണു കേട്ടോ. ഇപ്രാവശ്യം മീൻ കൊത്തു ആയിരിക്കും, നോക്കട്ടെ. ഈ സമയത്ത് നമ്മൾ നമ്മുടെ കലാപരിപാടികളൊക്കെ ഇങ്ങനെ വെറുതെ ടൈം പാസ്. കടൽ കണ്ടാൽ കാല് നനക്കാൻ തോന്നാത്തവരായിട്ട് ആരും ഇല്ല അല്ലേ. അപ്പോൾ ഇതിലാണ് ആ തങ്കീസ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് എറിയാൻ പറ്റും കേട്ടോ. ഇതൊരു ഒന്നെങ്കിൽ വുഡൻ്റെ അല്ലെങ്കിൽ മെറ്റലിൻ്റെ ഇതുപോലുള്ള സംഭവത്തിന് നമ്മളിങ്ങനെ ചുറ്റി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും ഇതിങ്ങനെ വലിച്ചു കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ പ്രതീക്ഷയോടെ വീണ്ടും വീണ്ടും ഒരുപാട് ചൂണ്ടകളിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ രാത്രി ആവുന്നവരെ കാള ഇട്ടുകൊണ്ട് ഇരുന്നു, മീൻ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട്. സ്റ്റിൽ വെയിറ്റിംഗ്.